ലോർഡ്. എൻ്റെ ചെറിയ വയസ്സിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കേരളത്തിലുള്ള വീട്ടിൻ്റെ അടുത്ത് ഒരു മരം മുറിക്കുന്ന മില്ലുണ്ട്. ഈ മില്ലിൽ പല സ്ഥലങ്ങളിലിരുന്ന് വലിയ വലിയ മരത്തിൻ്റെ തടികൾ വെട്ടിക്കൊണ്ടുവന്ന് അതിന് അവിടെ കൂട്ടിയിടും. ഇതിലൊന്ന് ഓരോ തടിയായിട്ട് എടുത്ത് ഇവരത് മുറിച്ച് പല പീസുകളായിട്ട് അവിടെ ചേർത്ത് വയ്ക്കും. ഈ മില്ലിൽ നമ്മൾ പോയി നോക്കിയാൽ ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് വലിയ വലിയ തടി കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിരിക്കും. ഇന്നൊരു സ്ഥലത്തിൽ ഈ മരത്തടി മുറിക്കുമ്പോൾ വരുന്ന വേസ്റ്റ്, ആ ഡസ്റ്റ് പോലെയുള്ള ആ പൊടിയെ ചേർത്ത് വെച്ചിരിക്കും. ഇന്നൊരു സ്ഥലത്ത് നല്ല നീറ്റായിട്ട് വെട്ടിയെടുത്ത പീസുകളെ ചേർത്ത് വെച്ചിരിക്കും. ഇന്നൊരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത സൈസിലുള്ള തടികളെ ചേർത്ത് വെച്ചിരിക്കും. പക്ഷേ ഈ തടികൾ എല്ലാ ആൾക്കാരും വാങ്ങിച്ച് ഇത് യൂസ് ചെയ്യും. ചില ആൾക്കാർ ഈ ഡസ്റ്റ് വാങ്ങിച്ച് അതിന് വിറകിന് പകരം കത്തിക്കാൻ യൂസ് ചെയ്യും. അതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത തടി കഷ്ണങ്ങളും വിറകിന് പകരമായിട്ട് ആൾക്കാർ വാങ്ങിയിട്ട് യൂസ് ചെയ്യും. വെട്ടാതെ വെച്ചിരിക്കുന്ന തടി കഷ്ണങ്ങൾ വെട്ടിയെടുക്കുന്നത് വരയ്ക്കും അതിനെ കൊണ്ട് ഒരു സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പോ ദൈവം എൻ്റെ ജീവിതം കൊണ്ടും നിങ്ങളുടെ ജീവിതം കൊണ്ടും മറ്റുള്ള ആൾക്കാർക്ക് ആ അനുഗ്രഹത്തിനെ കൊണ്ടുവരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാനും നിങ്ങളും മറ്റുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരണമെന്ന് ദൈവത്തിനൊരു വിഷുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ എനിക്ക് സ്വന്തമെന്ന് ഞാൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതം വിട്ട് മാറ്റിയെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. അതിനുവേണ്ടി ദൈവം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെ എന്നെ നിങ്ങളെയും കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായി എന്നോട് കൂടെ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളെയും ആ പ്രോസസ്സിൽ കൂടെ എന്തിന് ദൈവം കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറാൻ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.